സാമ്പത്തികമായി മെച്ചമല്ലാത്ത വളരെ ചെറിയ ഒരു റൂട്ടാണ് കേരളത്തിൽ ലഭിച്ചത്. അന്ന് അതുകൊണ്ട് ആശ്വാസം പാലിച്ചവരാണ്, അതുകൊണ്ട് ആശ്വാസംപ്പെട്ടവരാണ് കേരളത്തിലെ 18 ഇടതുപക്ഷ എംപിമാർ. ഞങ്ങളുടെ പോരാട്ടം കൊണ്ടാണ് ഇത് ലഭിച്ചതെന്ന് പാലക്കാട് പ്രസംഗിച്ചവരാണ്. ഇപ്പോൾ പാലക്കാട്ടെ MP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MP രാജേഷ് പറയുന്നത് BJP എന്തിനാണ് പാലക്കാട് വിഷയത്തിൽ ഇത്ര സങ്കടപ്പെടുന്നത്, അത് അവിടെയായാലും ഇവിടെയായാലും ട്രെയിനോടില്ല എന്നാണ്. അപ്പൊ വളരെ നിസ്സാരമായിട്ട് ഇത്തരം കാര്യങ്ങളെ കാണുന്നവരാണ് ഇടതുപക്ഷ എംപിമാരുണ്ടായത്. ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ കേരളത്തിന് NDA സർക്കാർ അധികാരത്തിലുള്ള കാലത്ത് 1.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇത് 23,000 മെട്രിക് ടൺ അരിയായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന് അനുവദിക്കപ്പെട്ട സ്കൂൾ കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട അരി 14 രൂപയ്ക്ക് പൊതുമാർക്കറ്റിൽ മാവേലി സ്റ്റോറുകൾ വഴി മറച്ചു വിൽക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. അതുപോലെ തന്നെ ചെങ്ങറയിലെ ഭൂമി ഫലത്തിന്റെ കാര്യം പറഞ്ഞു. അവിടെയൊക്കെ തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ ഇടതുവലത്ത് മുന്നണികൾ തയ്യാറായിട്ടില്ല. ഇവിടെ ആദ്യമത്തെ UDF കാരാണ് ചെങ്ങറ സമരസമിതി ഞാൻ എന്റെ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ക്യാപ്റ്റൻ വികാരങ്ങളുണ്ട് പിന്നീട് ഇടതുമുന്നണി ഇപ്പോൾ ഈ ദളിതർ ഭൂമിക്ക് വേണ്ടി നടത്തുന്ന സമരത്തെ കാണാതിരിക്കുന്നത് വളരെ വിരോധാഭാസമാണ്. അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടി ഇതിനു മുമ്പ് നടത്തിയ സമരം അത് മുത്തങ്ങയിൽ ആദിവാസികളെ പോലീസിനെ ഉപയോഗിച്ചമർത്തിയവരാണ് UDFകാർ എന്നുള്ള കാര്യം. കേരളത്തിന് NDA ഭരണത്തിലിരിക്കുന്ന കാലത്ത് അനുവദിക്കപ്പെട്ട മേൽപ്പാലങ്ങളുടെ പണി മുഴുവനാക്കാൻ പോലും ഇപ്പോൾ സാധിച്ചിട്ടില്ല. ശ്രീ രാജകുമാർ മന്ത്രിയായിരിക്കുമ്പോഴാണ് 43 പുതിയ മേൽപ്പാലങ്ങൾ അനുവദിക്കപ്പെട്ടത്, പുതിയ ട്രെയിനുകൾ അനുവദിക്കപ്പെട്ടത്. അക്കാലത്ത് ശ്രീ മുഖ്യമന്ത്രി നായനാർ തന്നെ വാജ്പേയി ഗവൺമെന്റ് ഞങ്ങളുടെ യാതൊരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു പുനർവിചിന്തനം തയ്യാറാവും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം കേരളത്തിൽ ഈ കാർമാറ്റമെല്ലാമായും ഇവിടെ സൂര്യനുദിക്കും താമരവിരിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സന്ദീപും ഗോപകുമാരും പറഞ്ഞതിന് ചില പോയിന്റ്സിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഈ റെയിൽവേ പ്രശ്നം. ഈ കേരളത്തിൽ നിന്ന് 19 MPമാരായിരുന്നു LDFിനുണ്ടായിരുന്നു, UDFന് ഒരു MP. ഓക്കെ, അപ്പൊ ഈ 19 പേര് അവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ MPമാര് അവരുടെ പ്രഷറും കൊണ്ടാണ് ഈ റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ചതും സേലം ഡിവിഷൻ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചതും. അപ്പോൾ ആ സമയം ഇത് നമുക്കൊരു റെയിൽവേ പാക്കേജ് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ MPമാർ യാതൊന്നും ചെയ്തില്ല. മാത്രമല്ല ഞാൻ പറയാൻ നമ്മുടെ കേരളത്തില് നമ്മൾ റെയിൽവേ സോൺ ആവശ്യപ്പെടുന്നു. എന്നാൽ റെയിൽവേ സോണിന് ഒരു മിനിമം ഒരു 600 കിലോമീറ്റർ റെയിൽവേ ലൈൻ വേണം എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ചുമ്മാതെ നമുക്കാണെങ്കിൽ റെയിൽവേ സോൺ വേണമെന്നുള്ളതിന് യാതൊരു ബേസ് ഇല്ല. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് അതിനനുസൃതമായി നമുക്ക് റെയിൽവേ ലൈനുകൾ വേണം. നമ്മുടെ റെയിൽവേ ലൈനുകൾ ഉള്ളത് ഇരട്ടിപ്പിക്കണം. പുതിയ റെയിൽവേ ലൈൻ അപ്പോൾ ഈ പുതിയ റെയിൽവേ ലൈന് നമ്മളാണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കണം. അതായത് ചെങ്ങന്നൂരിൽ നിന്ന് പത്തനംതിട്ട വഴി ശബരിമലയിലോട്ട് റെയിൽവേ ലൈൻ. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുമുന്നണി തെരഞ്ഞെടുക്കപ്പെട്ട MPമാർ വളരെ അലംഭാവം കാണിച്ചു. ഗോവൻ മറുപടി പറയൂ. ഗോവൻ ജെയ്സൺ, ഇത് വളരെ എന്താ പറയുന്ന പ്രൊജക്ട്, അതായത് പിന്നെ ഒരു സംസ്ഥാനത്തിന് വികസനം വേണമെങ്കിൽ അവിടുത്തെ MPമാർക്ക് നിരാകരണം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണ്. തമിഴ്നാട്ടിന് വികസനം കിട്ടിയത് തമിഴ്നാട്ടിൽ 39 MPമാരാണ് ഇപ്പോൾ നിരാകരിക്കുന്നതാണോ? അല്ലല്ലോ. MPമാർ കിടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. MPമാർ പ്രഷർ ചെയ്യണം.
റെക്കമെൻഡ് ചെയ്യണം, ആവശ്യപ്പെടണം. ചുമ്മാതിരുന്ന് പാർലമെന്റിലും പോകാതെ ചുമ്മാതിരുന്നാൽ നമുക്കൊരു പ്രൊജക്റ്റും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, തമിഴ്നാട്ടിൽ എത്ര എംപിമാർ വെള്ളം വെച്ചിട്ടാണ് ഈ പാലക്കാട് ഡിവിഷൻ അങ്ങടേക്ക് മാറ്റിയത്? എല്ലാ എംപിമാരും വെള്ളം വെച്ചാണോ കിട്ടിയത്? ബീഹാറിൽ നിന്നുള്ള എല്ലാ എംപിമാരും വെള്ളം വെച്ചിട്ടാണോ റെയിൽവേ എല്ലാം അങ്ങടേക്ക് പോയത്? റെയിൽവേ പുതിയ ട്രെയിനെല്ലാം അങ്ങടേക്ക് പോയത്? അല്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിനോട് മാത്രം നിങ്ങൾ വിവേചനം കാണിക്കുന്നു? ഇവിടെ കേരളത്തിൽ 3 മന്ത്രിമാരുണ്ട്. ഒരു ക്യാബിനറ്റ്, അതായത് കേന്ദ്രമന്ത്രിസഭയിലെ 3ാമത്തെ മന്ത്രി നമ്മളെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഇവരൊന്നും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലല്ലോ. ഈ അടുത്ത കാലത്ത് വയലാറിൽ പറയുകയുണ്ട്, ഞാൻ ഇന്ത്യയുടെ മൊത്തം മന്ത്രിയാണ്. അതായത് കേരളത്തിലെ ഗവൺമെന്റ് പ്രവാസി മലയാളികൾക്ക് വേണ്ടി 10,000 കോടി രൂപയുടെ പാക്കേജ് കണ്ടെത്തുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയാണ്ട്, ഞാൻ ഇന്ത്യയുടെ മൊത്തം മന്ത്രി, എനിക്ക് കാണേണ്ട കാര്യമെന്ന് പറയണ്ടേ? അത് അങ്ങനെ തന്നെയായിരിക്കും സംവിധാനത്തിന്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇപ്പൊ റിവ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിന് വികസനം വേണമെങ്കിൽ മാത്രം എംപിമാർ പോയി കരയണം, മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ മന്ത്രിമാരല്ല അവരുടെ സ്വാധീനം വെച്ചോ അല്ലെങ്കിൽ തമിഴ് മണ്ണിന്റെ മക്കൾ വാദം വെച്ചോ അവർ കിട്ടുമെന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ നയമാണ് റിവ. ഇനി പറഞ്ഞില്ല തന്നെ പറയാനായിട്ട് മറുപടി പറയാനായിട്ട് ഇത് തമിഴ്നാട്ടിലാണേലും ബീഹാറിലാണേലും മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ ഒരു ലോബിയുണ്ട്, ലോബിയിസം. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ കേരളത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റെയിൽവേ ബഡ്ജറ്റിന് വരുന്ന സമയത്ത് അതിന്റെ തലേ ദിവസം അല്ലെ 2 ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൽ 1-2 എംപിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിന് മുന്നാടിയായി മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ 6 എംപിമാരാണ് പങ്കെടുത്തത്. അതിലൊരാൾ അബ്ദുള്ള കുട്ടി, പിന്നെയാണെങ്കിൽ അഹമ്മദ്, പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഗുരുതരമായ ആരോപണമാണ് ക്യാപ്റ്റൻ ഉന്നയിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നതാണ് ഞാൻ പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചു. ഇല്ല ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ സന്ധ്യ പറഞ്ഞ ഒരു കാര്യം, അത് മാത്രമല്ല ഒക്കെ ആണെങ്കിൽ 6 മാസം മുമ്പേ അവരുടെ ഡിമാൻഡ്സ് മെമ്മറാണ്ടമായി ക്യാപ്റ്റനേറ്റ് ചെയ്യും. ഹലോ ജെയ്സൺ, സന്ധ്യ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഗോപാൽ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. സത്യം തന്നെയാണ്. രാജഗോപാലയുടെ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് എന്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് സ്ഥാനത്തെ മത്സരിച്ചില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പിന്താങ്ങുമായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ എന്റെ പാർട്ടി നടത്തുള്ളൂ, അല്ലാതെ ഒരു കുറച്ച് വികസനം. പാർട്ടിയെ പറ്റി പറഞ്ഞത് ഞാൻ കാര്യം ചോദിക്കട്ടെ. കേരളത്തിലെ ഈ പറഞ്ഞ 20 മണ്ഡലങ്ങളിൽ നിങ്ങൾ കേന്ദ്രമാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞാനിപ്പോ സംസ്ഥാന വിഷയം മൊത്തം കഴിഞ്ഞോട്ടെ. അതായത് ഇവിടെ 14 എംപിമാരെ UDFന്റെ പേരിൽ ഇവിടെ എത്തിയ സമയങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ ലക്ഷം 14 എംപിമാർ എന്ത് എടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് അവരെന്താണ് നമ്മൾ LDF ഒരാളെ പോയി പിന്തുണച്ചതേ ഉള്ളൂ. LDF ഒരിക്കലും ഒരാളുടെ മന്ത്രിസഭയിൽ പങ്കാളികളായിരുന്നില്ല. അവർക്ക് പരിമിതികളുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് ഇതിലിരിക്കുന്ന ഈ മിനിസ്ട്രിയുടെ ഭാഗത്ത് എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല? അവരെന്ത് വികസനമാണ് നേരിടുന്നത് ഇത്രയും നാളായിട്ട്? കേരളത്തിന്റെ ഡെവലപ്മെന്റിനെ കേരളത്തിൽ നിന്ന് തന്നെ എതിർക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ നമ്പറാണ് ഇതൊക്കെ, ഒരുപാട് പഴയ നമ്പറാണ്. കേരള വികസനത്തിന് എതിർക്കുന്ന ഈ റിപ്പോർട്ട് കഴിഞ്ഞ വർഷമാണ് 2006 വന്ന റിപ്പോർട്ടാണ്, 2008 വന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശബരി റെയിൽപാതയാണെങ്കിൽ പരിസ്ഥിതിയെ ആണെങ്കിൽ തകർക്കും. അതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് മറ്റു വിഷയത്തോട് കിടക്കേണ്ടി, നമുക്ക് സമയത്തിന്റെ വളരെ പരിഗണിക്കുന്നുണ്ട്. മറ്റു വിഷയത്തോട് ശബരി പദ്ധതി എതിർക്കുന്നത് വനംവകുപ്പാണെങ്കിൽ അത് അവരുടെ ഹെഡേക്കല്ലേ? അതെങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ പ്രശ്നമാവുന്നത്? എങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതിവാദികളെ എതിർത്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഗുജറാത്തിൽ ഈ നർമ്മദ അണക്കെട്ട് കെട്ടി പോകാൻ കഴിയുന്നില്ല? സൈലൻവാരി പോലുള്ള ഇടതുപക്ഷ എതിർ നിൽക്കുന്നുള്ളത് ഇവരുടെയൊക്കെ വെറും എന്ത് പറയുന്നത് വെറും ഉമ്മാക്കാനികളാണ്. കീശ് നിറയ്ക്കാനുള്ള അടവുകളാണ് ഈ പറയുന്നത്. ഒറ്റ മിനിറ്റ്, ജിം എന്ന പേരിൽ പണ്ട് ആന്റണി ഭരിച്ചിരുന്ന ഒരു സ്ഥാനം തട്ടിവിട്ട് വരുന്നുണ്ട് എറണാകുളത്ത്.
ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ മുന്നിൽ കൊണ്ടുവന്ന് കുറെ കുഞ്ഞാലിക്കുട്ട കുറെ ബിനാമി ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി കോടികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒറ്റ പ്രോജക്റ്റിനും വന്നില്ല. നാനോ ടെക്നോളജി എന്നുള്ള സാധനം വികസിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ കുഞ്ഞാലിക്കുട്ട ബിനാമി കൊണ്ടുവന്ന് നാനോ ടെക്നോളജി പ്രോജക്ട്, അതുപോലെ ഇവിടെ പിന്നെ കടൽത്തീരത്തെ മണൽ ഖനനം ചെയ്യാനായിട്ട് കൊണ്ടുവന്ന പ്രോജക്ട്, ഇതൊക്കെ എതിർത്ത് തൊട്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ അല്ലേ. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിൽ കിടക്കാം. വർഗീയത നമ്മൾ ഡിസ്കസ് ചെയ്തു, വികസന ഒരു കാര്യം പറഞ്ഞോട്ടെ, തിരി വരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, സന്ദീപ് ഒറ്റ ഇത് പറയൂ. ഒന്നായിരിക്കും ഇത്തരൊരു അഭിമുഖത്തില് വ്യക്തികളുടെ പേരെടുത്ത് പരാമർശിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല ഇത്രയും ഗോകുമാർ പറഞ്ഞ രീതിയിൽ. ഒന്ന്, രണ്ട്, ഇവര് തമ്മിൽ ഈ ബഹളം വെക്കുന്നത് യാതൊരു അർത്ഥമില്ല. ഇവര് രണ്ടുപേരും കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അവരെ മാത്രമേ കേരളത്തിലെ ജനത പ്രതിനിധികളാണ്. ഒരു അദ്ദേഹത്തിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തി. ഓരോ കേരളത്തിലെ സേവനങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചതിൽ അദ്ദേഹത്തിനോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തി. ഓക്കെ, നമുക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. നമുക്ക് മറ്റൊരു വിഷയത്തിൽ കിടക്കാം. കാര്യം വികസനം നമ്മൾ ചർച്ച ചെയ്തു, വർഗീയത ചർച്ച ചെയ്തു. മിസ്റ്റർ ഗോപകുമാർ, CPM ആദ്യമായിട്ട് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? പരസ്പരം കാലുവാരലും മറ്റൊരു